ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു Classyhub. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 4 മാസങ്ങൾക്ക് മുമ്പ് ഇതേ ചാനലിൽ ഒരു അൺബോക്സിംഗ് വീഡിയോ, അതായത് ഹാപ്പൻസ്റ്റാൻസ് എന്ന ഫുട്വെയർ കമ്പനിയുടെ ജോക്ക് ഡാർക്ക് മിസ്റ്റ് എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെയിം ഫുട്വെയറിൻ്റെ 4 മാസത്തെ യൂസേജിന് ശേഷമുള്ള അതിൻ്റെ അവസ്ഥ എന്താണ്, ആ 4 മാസത്തെ യൂസിന് ശേഷം എങ്ങനെയുണ്ട് ആ ചെരുപ്പിൻ്റെ ഫീഡ്ബാക്ക് എന്താണ് എന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഞാനിന്ന് ഈ വീഡിയോയുടെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 4 മാസത്തിന് ശേഷം നോക്കുമ്പോൾ 1500 രൂപ, 1499 രൂപയായിരുന്നു അതിൻ്റെ പ്രൈസ്. അപ്പോൾ 4 മാസത്തിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ആ ഒരു പ്രൈസിന് ഇത് വർത്താണോ, ഇപ്പോഴും അത് നല്ല കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പലരും നമ്മുടെ അൺബോക്സിംഗ് വീഡിയോ കണ്ടതിന് ശേഷം അങ്ങനെ ഒരു ആഫ്റ്റർ 3 months or 4 months യൂസേജിന് ശേഷമുള്ള റിവ്യൂവിൻ്റെ വീഡിയോ കൂടി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ആ അൺബോക്സിംഗ് വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല മുകളിലും അതിൻ്റെ ലിങ്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ കാണാം. ആ അൺബോക്സിംഗ് വീഡിയോയിൽ ഞാൻ ടെക്നിക്കാലിറ്റീസിനെ പറ്റിയും A to Z എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി തന്നെ ആ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ 4 മാസങ്ങളുടെ ശേഷം യൂസ് ചെയ്തതിന് ശേഷമുള്ള അതിൻ്റെ അവസ്ഥ എന്താണെന്ന് ജസ്റ്റ് ഞാൻ നിങ്ങളെ ഷോ ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക്, അതിൻ്റെ ടെക്നിക്കാലിറ്റീസിനെ പറ്റിയും അല്ലാതുള്ള കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ തീർച്ചയായും അൺബോക്സിംഗ് വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് 4 മാസങ്ങൾക്ക് മുമ്പ് ഈ ഫുട്വെയർ ഞാൻ വാങ്ങിയപ്പോൾ എന്തായിരുന്നു അതിൻ്റെ അവസ്ഥ എന്നുള്ളത് നമുക്ക് കാണാം. ഇതായിരുന്നു 4 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ആ ഫുട്വെയർ വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന അതിൻ്റെ അവസ്ഥ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 4 മാസത്തെ യൂസിന് ശേഷമുള്ള ഹാപ്പൻസ്റ്റാൻസിൻ്റെ ജോക്ക് ഡാർക്ക് മിസ്റ്റ് എന്ന് പറയുന്ന ആ സെയിം ചപ്പലിൻ്റെ അല്ലെങ്കിൽ സെയിം ഫുട്വെയറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, 4 മാസത്തെ യൂസേജിന് ശേഷമുള്ള അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നമുക്ക് വർത്താണോ അല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈച്ച് ആൻഡ് എവറി കോർണർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഫുട്വെയറിൻ്റെ ഈച്ച് ആൻഡ് എവറി കോർണർ എല്ലാ പോർഷനും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ റൗണ്ട് ചെയ്ത് തന്നെ കാണിച്ചു തരാം. എല്ലാ പോർഷൻസും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ കളറൊന്നും അങ്ങനെ ഒരുപാടൊന്നും ഫെയ്ഡായിട്ടില്ല. കളർ അങ്ങനെ നമ്മുടെ അപ്പർ മെറ്റീരിയലിൻ്റെ കളറായാലും നമ്മുടെ സോളിൻ്റെ കളറായാലും എല്ലാം അങ്ങനെ ഒരുപാടൊന്നും ഇത് ഫെയ്ഡായി പോയിട്ടില്ല. ഇപ്പോഴും വളരെ ഭംഗിയായി തന്നെ ആ കളേഴ്സൊക്കെ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല അപ്പർ മെറ്റീരിയലിലുള്ള സ്റ്റിച്ചസ്, മുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന സ്റ്റിച്ചസിനൊന്നും ഒരു കുഴപ്പവും ഇതുവരെയും വന്നിട്ടില്ല. അതെല്ലാം നല്ല ഫൈൻ സ്റ്റിച്ചസ് ആയിട്ട് തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അവിടെയൊന്നും ഒരു പോർഷനിലൊന്നും ഒരു പ്രോബ്ലവും വന്നിട്ടില്ല. അത് മുകളിൽ നിന്ന് നോക്കിയാലും നമ്മൾ സൈഡിൽ നിന്ന് നോക്കിയാലും നമുക്ക് കാണാം ഒരു സ്ഥലത്തും അങ്ങനെയൊന്നും വന്നിട്ടില്ല. സോളിലൊക്കെയുള്ള ആ പ്രിൻറ്റിങ്സും ആ സോളിൻ്റെ കളറും അതുപോലെ തന്നെ അപ്പർ മെറ്റീരിയലിൻ്റെ കളറും എല്ലാം വളരെ ഭംഗിയായി തന്നെ ഇപ്പോഴും അതുപോലെ നിലനിൽക്കുന്നുണ്ട്. ഒരുപാടൊന്നും അങ്ങനെ ഫെയ്ഡായൊന്നും പോയിട്ടില്ല. പിന്നെ നമ്മൾ ഫുട്വെയർ ഉപയോഗിക്കുമ്പോഴുള്ള ചെറിയ ഡർട്ട്, അഴുക്കൊക്കെ പറ്റുമ്പോഴുള്ള ആ ഒരു പ്രശ്നമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അല്ലാതെ വളരെ വലിയൊരു പ്രകടമായ ഒരു കളർ വ്യത്യാസമൊന്നും അവിടെ വന്നിട്ടില്ല. ഇനി നമുക്ക് ഫുട്വെയറിൻ്റെ ഉൾവശം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഫുട്വെയറിൻ്റെ ഉൾവശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാല് പതിഞ്ഞിരിക്കുന്ന സ്ഥലം അവിടെ ഒരുപാട് വിയറൊന്നും സംഭവിച്ചിട്ടില്ല, മെറ്റീരിയലൊന്നും ഇളകി പോയിട്ടില്ല. അതിനകത്തുള്ള ആ സ്പോഞ്ചി എഫക്റ്റൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മുടെ കാലിന് നല്ലൊരു കുഷൻ എഫക്റ്റ് നൽകുന്നുണ്ട്. മാത്രമല്ല അകത്തൊക്കെയുള്ള ആ ഒരു പ്രിൻറ്റിങ്ങും ഹാപ്പൻസ്റ്റാൻസ് എന്ന് എഴുതിയിരിക്കുന്നതായാലും ബോയൻസ് എന്നൊക്കെ എഴുതിയിരിക്കുന്നതായാലും അതെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കാണാറുണ്ട്. ആ പ്രിൻറ്റിങ് പോലും ഇതുവരെയും പോയിട്ടില്ല. അപ്പോൾ ആ സോളിൻ്റെ ആ പോർഷനൊക്കെ നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് ഹാപ്പൻസ്റ്റാൻസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അകത്തോട്ടുള്ള കുഷൻ പോർഷൻസൊക്കെ നിങ്ങൾക്ക് കാണാം. അവിടെയൊന്നും വലിയ പ്രോബ്ലം ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇനി നമുക്ക് ഇതിനെ സോളും നമ്മുടെ അപ്പർ പോർഷനും കൂടി കണക്ട് ചെയ്തിരിക്കുന്ന പോർഷൻസിൻ്റെ അവിടെയുള്ള ഗ്ലൂയിങ്, അവിടെ ഗ്ലൂ ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അതായത് സോളിനകത്തോട്ട് നമ്മുടെ അപ്പർ മെറ്റീരിയൽ കയറ്റി ഗ്ലൂ ചെയ്തിട്ടുണ്ട് അവർ, അല്ലാതെ അവിടെ സ്റ്റിച്ചില്ല. ആ ഗ്ലൂയിങ്ങിൻ്റെ എഫക്റ്റീവ്നെസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് നോക്കുമ്പോൾ കാണാം, ഞാനത് വരച്ച് പിടിക്കുകയാണ്. വരച്ച് പിടിച്ചിട്ടും അവിടെ നിന്നൊന്നും ഇളകിയൊന്നും വരുന്നില്ല.
4 മാസം ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴും ഞാൻ മേടിച്ചപ്പോൾ എങ്ങനെയായിരുന്നോ ആ ഗ്ലൂയിങ് രണ്ടും കൂടി ചേർന്ന് അതുപോലെ തന്നെയാണ്. അവിടെ ഒരു പ്രോബ്ലം കാണുന്നില്ല. ഇതാ ഞാൻ ഓവറോൾ റൗണ്ട് ചെയ്ത് ഞാൻ കാണിക്കുന്നുണ്ട്. മാത്രമല്ല നെക്സ്റ്റ് ചപ്പൽ രണ്ടാമത്തെ പെയറിലും രണ്ടാമത്തെ ഇതിലും അതുപോലെ തന്നെയാണ്. എങ്കും ഗ്ലൂയിങ്ങിലൊന്നും ഒരു കുഴപ്പവും വന്നിട്ടില്ല. ഇതുവരെ ഒരു കുഴപ്പവും വന്നിട്ടില്ല. 4 മാസം യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇതുവരെ ഒരു കുഴപ്പം ആ പോർഷനിലൊന്നും വന്നിട്ടില്ല. അടുത്ത് നമുക്ക് അതിൻ്റെ സോളിൻ്റെ അടിഭാഗം, അതായത് നമ്മൾ നടക്കുമ്പോൾ തറയിൽ ചവിട്ടി പോകുമ്പോൾ ഉണ്ടാകുന്ന പോർഷൻ, അവിടെ എന്തെങ്കിലും വിയർ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. അവിടെ തീർച്ചയായിട്ടും നമ്മൾ 4 മാസം ഞാൻ യൂസ് ചെയ്യുന്നു. എനിക്ക് അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരാളാണ്. അപ്പോൾ 4 മാസം യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെറിയൊരു വിയർ അവിടെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ തന്നെ നോക്കുക, ആ സോളിലുള്ള ഗ്രിപ്പിൻ്റെ ആ എല്ലാ ഗ്രൂസും എല്ലാം ഒരു 90% പോർഷനിലെ ഗ്രൂസും നമുക്ക് അതുപോലെ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഓവറായിട്ടുള്ള ഒരു വിയർ ഒന്നും സംഭവിച്ചില്ല. ചില ചെരുപ്പുകളൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ സോളിൻ്റെ അടിഭാഗം നല്ലവണ്ണം ഉരഞ്ഞു തീരാറുണ്ട്. ആ സോളിൻ്റെ ആ ഗ്രിപ്സും ഗ്രൂസും എല്ലാം നഷ്ടപ്പെടാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ 4 മാസം യൂസിലും എൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റി വരുന്ന പോർഷനിലും കാലിൻ്റെ ഏകദേശം ഫ്രണ്ട് പോർഷൻ, നമ്മുടെ വിരലുകൾക്ക് താഴോട്ടുള്ള പോർഷൻ, അതുവഴി, അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ഭൂമിയിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെരുപ്പിലേക്ക് നമ്മൾ കംപ്രസ് ചെയ്യുന്ന ആ പോർഷൻസിൽ മാത്രമാണ് കുറച്ചൊരു വിയർ നമ്മൾ കാണുന്നത്. ഇതായി കാണുന്നത് പോലെ കുറച്ച് വിയർ അവിടെ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ഗ്രൂസും എല്ലാം നമുക്ക് രണ്ട് ചപ്പലിലും ഒരുപോലെ തന്നെയാണ്. ഒരു ചപ്പലിന് അങ്ങനെ പ്രശ്നമൊന്നുമല്ല. അതുകൊണ്ട് സോളിന് അടിഭാഗവും വിയറൊന്നും അങ്ങനെ ഒരുപാട് സംഭവിച്ചിട്ടില്ല. അപ്പോൾ 4 മാസം യൂസിന് ശേഷം ഇതാണ് ഈ ഒരു ഫുട്വെയറിൻ്റെ അവസ്ഥ. നിങ്ങൾക്ക് ഈ ഒരു ഫുട്വെയർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ഓഫ് കോഴ്സ് 1499 എന്ന് പറയുമ്പോൾ 1500 രൂപയോളാകുന്നു. അതെന്ന് പറയുന്നത് പ്രൈസ് ലിറ്റിൽ ബിറ്റ് ഹൈ തന്നെയാണ്. എന്നാലും ഈ 4 മാസം യൂസേജിൽ എനിക്ക് അത് വർത്തായി തന്നെയാണ് തോന്നുന്നത്. പിന്നെ 1-2 ചോദ്യങ്ങൾ എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആദ്യത്തെ അൺബോക്സിങ് വീഡിയോ കണ്ടിട്ട്. അതായത് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ മഴയത്ത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സൗണ്ട് കേൾക്കുമോ, നമ്മൾ സ്ലിപ്പറി സൗണ്ട്സ് കേൾക്കാൻ അങ്ങനെ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സൗണ്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. മാത്രമല്ല ഇതിൻ്റെ മെറ്റീരിയൽ, അപ്പർ മെറ്റീരിയൽ റെയിനി സീസണിൽ ഉപയോഗിക്കാൻ പറ്റിയതാണോ എന്ന് ഉപയോഗിക്കുന്നത്. അതായത് കാണുമ്പോൾ നമുക്കറിയാം നല്ല സ്പോഞ്ചി മെറ്റീരിയൽ പോലെയാണ് നമ്മുടെ അപ്പർ പോർഷൻ ഇരിക്കുന്നത്. അഫ്കോഴ്സ് അത് മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ വെള്ളം തട്ടുമ്പോൾ അതിന് വാട്ടറിനെ അത് അബ്സോർബ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും അത് സ്മെല്ലൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ ആ പോർഷൻ ഡ്രൈ ആവുന്നുണ്ട്. ഹീലിൻ്റെ ഹൈറ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, ഹീലിൻ്റെ ഹൈറ്റ് ആവറേജ് ആണ്. വളരെ കുറവുമല്ല എന്നാൽ വളരെ കൂടുതലുമല്ല, ആവറേജ് ഹൈറ്റാണ് എൻ്റെ ഹീലിനുള്ളത്. പിന്നെ ഇത് എങ്ങനെ കെയർ ചെയ്യാമെന്നുള്ളത് ഞാൻ നോക്കിയിട്ട്, കെയർ ചെയ്യുക പറയുമ്പോൾ നമ്മുടെ മുകളിൽ അതൊരു കുഷൻ പോലുള്ള അല്ലെങ്കിൽ ഒരു സ്പോഞ്ചി പോലുള്ള ഒന്നുമുണ്ടെങ്കിൽ നല്ല ബലമുള്ള സ്ട്രോങ് ആയിട്ടുള്ള പോർഷൻ തന്നെയാണ് അപ്പർ മെറ്റീരിയൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് കുറച്ച് വെള്ളം അല്ലെങ്കിൽ വാട്ടർ വീഴണമെങ്കിൽ വാട്ടറിനെ അബ്സോർബ് ചെയ്യും എന്ന് പറഞ്ഞു. ഡയറക്റ്റായിട്ട് ഞാൻ ആ പോർഷനെ വെള്ളം ഒഴിച്ച് ഞാൻ കഴുകിയിട്ടില്ല. പകരം അഴുക്ക് പറ്റിയെന്ന് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ മണ്ണോ പൊടിയോ പറ്റിയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നനഞ്ഞ തുണി കൊണ്ട് ജസ്റ്റ് തുടയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അക്കോർഡിംഗ് ടു മീ, ആഫ്റ്റർ 4 months ഇറ്റ്സ് വർത്ത് ഫോർ 1500 rupees. സോ ഞാനത് നിങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും 4 മാസം യൂസിന് ശേഷം തീർച്ചയായിട്ടും ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിതൊരു ഉപകാരപ്രദമായി തോന്നുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുകയും ചെയ്യുക. ഗുഡ് ബൈ.